നമുക്കിടയിൽ ഇത്രയധികം പെറ്റ് ലവേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാട്ടോ മനസ്സിലാക്കുന്നത്. ഇത് തൃശ്ശൂർ വെറ്റിനറി ഹോസ്പിറ്റലാണ്, കൊക്കാലയിലുള്ള. അപ്പോൾ പാറുവിന് കുറച്ച് ദിവസമായിട്ട്, 2-3 കുറച്ച് ദിവസമായിട്ട് ജലദോഷമുണ്ട്. മരുന്ന് കൊടുത്തു നോക്കിയിട്ടും വലിയ കുറവൊന്നും കണ്ടില്ല. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് ഒരാഴ്ചത്തേക്കുള്ള മരുന്നൊക്കെ തന്നു, നെബുലൈസേഷനൊക്കെ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. മരുന്നൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങി. അപ്പോൾ എന്തോരം പെറ്റ്സിനെ കൊണ്ടായിരുന്നു ആൾക്കാർ വന്നിട്ടുള്ളത്. അതും സ്വന്തം എന്താ പറയുക, മക്കളെ പോലെ നോക്കി അത്രയും സ്നേഹിച്ച് വളർത്തുന്ന പെറ്റ്സിനെ കൊണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിങ്ങനെ വന്നു. അവൾക്ക് ഇത്തിരി കൊഞ്ചൽ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാൻ കൂടുതലധികം അവളെ കെയർ ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അവൾ ഭയങ്കരമായിട്ട് നമ്മളെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തലേദിവസം നങ്ക് വാങ്ങി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ വെള്ളത്തിലിട്ടിട്ടാട്ടോ പോയത് ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ. അത് ഞാൻ വാങ്ങിയത് തന്നെ ഈ ഒരു ഉണക്കമീൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഉണക്കമീൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് മുന്നേ ഞാൻ മുള്ളൻ ചെയ്തത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായില്ലേ, അതേപോലെ ആ മെത്തേഡിൽ തന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. കല്ലുപ്പ് ഇങ്ങനെ വിതറി അതിൻ്റെ മുകളിൽ ഓരോ ലെയറായിട്ട് മീൻ വെച്ചിട്ട് അങ്ങനെ ആ ബോക്സ് അങ്ങനെ തന്നെ അടച്ച് ഞാൻ മാറ്റി വെച്ചു. അത് ഒന്നും ചെയ്യണ്ട, പിറ്റേ ദിവസം ഈ സമയമാകുമ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഉണക്കണമെങ്കിൽ ഉണക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെറുതെ വെക്കാം. അപ്പോൾ കുറച്ചധികം നിന്ന് മീനെടുത്ത് ഞാൻ വറക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ. ഞങ്ങൾ ഉച്ചയപ്പോഴാണ് തിരിച്ചെത്തിയത്. ഇത് രാവിലെ ഇഡ്ഡലി ആയിരുന്നു, അതിൻ്റെ ഉള്ളി സാമ്പാറാട്ടോ. ഉള്ളി സാമ്പാറാണ്, വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ ഉള്ളി സാമ്പാറുണ്ടായിരുന്നു. പിന്നെ കോവയ്ക്ക പെട്ടെന്ന് മെഴുക്ക് പുരട്ടി, പിന്നെ ആ മീനും വറുത്തു. ഈ 3 കറികൾ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വേഗം ചടപടേന്ന് കഴുകി വെച്ചു. ഊണ് കഴിക്കുന്ന സമയം സത്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ടാണ്, 2 മണിയൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും. അങ്ങനെ പാറുവിനോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പണികൾ ചെയ്യണേ. അവളെപ്പോഴും എൻ്റെ കാൽച്ചോട്ടിലുണ്ടാവും കേട്ടോ. എപ്പോഴും അതേ കണ്ടില്ലിരിക്കുന്നത്, പാവം. പോകാൻ പറഞ്ഞാൽ പോകില്ല, അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഞാൻ എങ്ങടാ പോകണമെന്ന് വെച്ചാൽ എൻ്റെ പുറകെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ഇത് തന്നെ, ഞാൻ കിടന്നാൽ അവളും കിടക്കും, ഞാനിരുന്ന അവളും ഇരിക്കും, ഞാൻ കഴിച്ചാൽ അവൾക്കും കഴിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കറികൾ ഇന്ന് അതൊക്കെയായിരുന്നു. മുളക് ഞാൻ 2-3 കഴിക്കാനെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി സാമ്പാർ ഉണ്ടായിരുന്നു, നല്ല കൊഴുത്ത ഉള്ളി സാമ്പാർ കേട്ടോ. എനിക്ക് സാമ്പാറുകളിൽ ഉള്ളി സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ സാമ്പാറിലപ്പോൾ നമുക്കൊരു മീൻ വറുത്തത് മുഖ്യമാണല്ലോ, അതാണ് ഞാൻ ഇത് പെട്ടെന്ന് എടുത്ത് വറുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ കോവയ്ക്ക, ഈ 3 കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ കോവയ്ക്ക മെഴുക്കുവരട്ടി വായിൽ വെച്ചപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ്, നാടൻ കോവയ്ക്കായിരുന്നു കേട്ടോ, മണ്ണുത്തിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.